NCPയിൽ മന്ത്രിമാറ്റം കെ ശശീന്ദ്രൻ മന്ത്രിസ്ഥാനം ഒഴിഞ്ഞേക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. ഇന്നലെ കൊച്ചിയിൽ ചേർന്ന ജില്ലാ പ്രസിഡന്റുമാരുടെ യോഗത്തിലാണ് തീരുമാനം. ഷഫീദ് റാവുത്ത് ചേരുന്നുണ്ട് ഇപ്പോൾ വിവരങ്ങളുമായി. ഷഫീദ്, നേരത്തെ തന്നെ ഇത്തരത്തിൽ ഒരു സൂചന ഉണ്ടായിരുന്നുവല്ലോ, കെ ശശീന്ദ്രന് മാറേണ്ടി വരുമെന്നാണോ ഷഫീദ്? കെ ശശീന്ദ്രന്റെ മന്ത്രിമാറ്റത്തിൽ NCPക്കകത്ത് വലിയ തരത്തിൽ സമ്മർദ്ദം ഉയരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരമായി പുറത്തു വരുന്നത്. നേരത്തെ ഈ തോമസ് കെ തോമസ് ഉൾപ്പെടെയുള്ള ആളുകൾ, അല്ലെങ്കിൽ തോമസ് കെ തോമസ് പക്ഷം NCPക്കകത്ത് 2.5 വർഷത്തെ ടേം മന്ത്രിസ്ഥാനം എന്നുള്ള ആവശ്യം അത് ശക്തമായി ഉന്നയിക്കുകയും അത് മുഖ്യമന്ത്രിക്ക് മുൻപിലും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് മുൻപിലും എത്തിയിരുന്നു. എന്നാൽ അത് NCP ദേശീയ നേതൃത്വം അടക്കം തീരുമാനിക്കട്ടെ എന്നുള്ളതായിരുന്നു CPMന്റെ നിലപാട്. ഇന്നലെ എറണാകുളത്ത് ജില്ലാ പ്രസിഡന്റുമാരുടെ യോഗം ചേർന്നു. ആ യോഗത്തിലും തോമസ് കെ തോമസും അതേപോലെ തന്നെ PC ചാക്കോ ഉൾപ്പെടെയുള്ള ആളുകളും ഈ മന്ത്രിസ്ഥാനത്തു നിന്നുള്ള മാറ്റവും അതേപോലെ തന്നെ ഈ ടേം കണ്ടീഷൻ അടക്കമുള്ള കാര്യങ്ങളും വീണ്ടും ആവർത്തിച്ചു. വീണ്ടും ശക്തമായി NCPക്കകത്ത് ഉയർത്തിയെന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം. എന്നാൽ ഇതുവരെയും കെ ശശീന്ദ്രൻ വിഭാഗമോ കെ ശശീന്ദ്രനോ അതിന് വഴങ്ങിയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അന്തിമ തീരുമാനം ഇക്കാര്യത്തിൽ ശരത് പവാർ എടുക്കും എന്നുള്ളതും ഒരു വിവരമായി വരുന്നുണ്ട്. കെ ശശീന്ദ്രനും തോമസ് കെ തോമസുമായി ശരത് പവാർ ചർച്ച നടത്തും. ഈ വരുന്ന 5-ന് വളരെ നിർണായകമായ ചില നീക്കങ്ങൾ NCP ദേശീയ നേതൃത്വം നടത്തും എന്നുള്ള വിവരം കൂടി വരുന്നുണ്ട്. PC ചാക്കോ ഡൽഹിയിലേക്ക് എത്തി 5-ാം തീയതി ശരത് പവാറിനെ കാണും എന്നുള്ള ഒരു വിവരം കൂടിയുണ്ട്. ഏതായാലും NCPക്കകത്ത് കഴിഞ്ഞ കുറച്ച് മാസമായി ഉരുണ്ടുകൂടുന്ന അസംതൃപ്തി, അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വിവാദങ്ങൾ അത് മറനീക്കി പുറത്തു വരികയാണ്. ഏതായാലും കെ ശശീന്ദ്രന്റെ മേൽ മന്ത്രിസ്ഥാനം ഒഴിയാൻ ശക്തമായ സമ്മർദ്ദം NCPക്കകത്തുണ്ട്. NCP സംസ്ഥാന നേതൃത്വം അത് 2 പക്ഷമായി ചേർന്നുകൊണ്ട് വലിയ തരത്തിലുള്ള ഒരു സമ്മർദ്ദമായി അത് ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. കെ ശശീന്ദ്രന്റെ തീരുമാനം ഇതിൽ നിർണായകമാകും. അതിനപ്പുറത്തേക്ക് അന്തിമ തീരുമാനം ശരത് പവാർ എടുക്കുകയും ചെയ്യും. ഉന്മേഷ്. ഷഫീദ് റാവുത്താണ് വിവരങ്ങൾ നൽകിയത്.